കുട്ടികളിൽ കോൺസെൻട്രേഷൻ കൂടാനായിട്ടുള്ളൊരു ഗെയിം കാണിച്ചു തരട്ടെ. ഇങ്ങനെ കുറച്ച് കളേഴ്സ് റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഗ്ലാസിൻ്റെ ബാക്കിൽ സെയിം കളേഴ്സ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓർഡർ മാറ്റി മാറ്റി കൊടുത്തിട്ട് കുട്ടികളോട് അതേ ഓർഡറിൽ ഈ ഗ്ലാസ് വെക്കാനായിട്ട് പറയാം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു കാര്യം കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കാം. അതേസമയം അത് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടും കുട്ടികളോട് ചെയ്യാനായിട്ട് പറയാം. ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏജ് കാറ്റഗറിയുടെ ഒരു ഡിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കളേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേസമയം കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓർഡർ കാണിച്ചു കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് വയ്ക്കുമ്പോൾ അവരവരുടെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് അത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ മെമ്മറി പവറും ഇതിൽ ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 കളേഴ്സ് അല്ല പിന്നെയും ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഒരു ഏജിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൂട്ടി കൊണ്ടുവരാനും പറ്റും.